തെങ്ങിൻ്റെ മടല് അകാലത്തിൽ ഒടിഞ്ഞു വീഴുന്ന പഴയ ശീലം ഇപ്പോഴില്ല. തേങ്ങയും ധാരാളമുണ്ട്. തേങ്ങ ഒഴികെയുള്ള തെങ്ങിൻ്റെ എല്ലാ വസ്തുക്കളും ചുവട്ടിൽ തന്നെ കുഴിച്ചു മൂടുകയാണ് പതിവ്, ചിരട്ട പോലും. ഇത് പ്രയോജനം ചെയ്യുന്നു. മറ്റു വളങ്ങളൊന്നും തെങ്ങിന് പ്രയോഗിക്കുന്നില്ല തന്നെ. വെർമി കമ്പോസ്റ്റും വെർമി വാഷും പോലെ തന്നെ ജൈവ കൃഷിയിൽ കാലി വളർത്തലും ഒരു നിർബന്ധ ഘടകമാണ്. ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലെറിയും ധാരാളമായി ഉപയോഗിക്കുവാൻ സാധിക്കും. കൊക്കോയും ഗ്രാമ്പുവുമാണ് ജൈവ കൃഷിക്ക് അനുയോജ്യമായ മറ്റു പ്രധാന കൃഷികൾ. കൊക്കോ ഇപ്പോൾ മികച്ച വരുമാനം തരുന്നു. ഗ്രാമ്പു നഷ്ടമാണെന്ന് പറയാതെ വയ്യ. 225 രൂപയെ കിലോയ്ക്ക് വില ലഭിക്കുന്നുള്ളൂ. എന്നാൽ വില കൂടിയേക്കാമെന്ന സാധ്യതയിൽ അതിനെ ഉപേക്ഷിക്കുവാൻ ടോമി തയ്യാറല്ല. അവബോധമില്ലായ്മയാണ് കേരളത്തിൽ ജൈവകൃഷിയുടെ വളർച്ചയെ തളർത്തുന്നതെന്ന് ടോമി കരുതുന്നു. അദ്ദേഹം കൃഷി തുടങ്ങിയ കാലത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ അധികമാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ജൈവ കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് ഒത്തിരിയേറെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഏജൻസികളും ഉണ്ട്. പലയിടത്തും ഇപ്പോൾ ഞാനൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ആൾക്കാരെ കൃഷിക്കാരെയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. പലയിടത്തും പോകുന്നുമുണ്ട്, അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നു. അപ്പോൾ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തപ്പോൾ എനിക്കുള്ള മൊത്തം സ്ഥലത്ത് ഒന്നിച്ച് ഞാൻ ജൈവ കൃഷിയിലേക്ക് തിരിയുകയാണ് ചെയ്തത്. യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 ഏക്കർ സ്ഥലമുള്ള ഒരാൾ 1 ഏക്കറിൽ കൂടുതൽ ജൈവകൃഷി ചെയ്യാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്യാൻ തിരിയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കുണ്ട്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടായാൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. മറിച്ച് 10 ഏക്കറിൽ 1 ഏക്കർ ജൈവകൃഷി ചെയ്ത് അത് വിജയിപ്പിച്ചിട്ട് അത് കണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള ഭാഗത്തേക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് 100% അതിനെ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. ഘട്ടം ഘട്ടമായുള്ള മാറ്റമാണ് ആവശ്യമെന്ന് ടോമി ശഠിക്കുന്നത് സ്വാനുഭവത്തിൽ നിന്നാണ്. കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് പെട്ടെന്നുള്ള ഒരു മാറ്റം ഭീമമായി തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. ജൈവവളങ്ങളും കീടനാശിനികളും മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാതെ സ്വയം ഉണ്ടാക്കിയെടുക്കുവാൻ പഠിക്കേണ്ടതും അത്യാവശ്യം തന്നെ. എന്തിനും പിന്തുണയേകി ടോമിയുടെ ഭാര്യ അദ്ദേഹത്തിന് ശക്തി പകരുന്നു. കാർഷിക കാര്യങ്ങളിലുള്ള ഈ സ്വരുമയാവണം ഈ കുടുംബത്തിൻ്റെ ആത്മാവ് തന്നെ. കാർഷിക രീതിയിൽ പറമ്പിലെ കാര്യങ്ങൾ ഒത്തിരി ഏറെ നോക്കാനും നടത്തുവാനും എൻ്റെ കുടുംബാംഗങ്ങളുടെ, അതായത് എൻ്റെ വൈഫിൻ്റെ ശ്രദ്ധ ഒത്തിരിയേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തിരിവന്നു തുടങ്ങിയ കുരുമുളക് കൊടികൾക്ക് തീവ്ര ശ്രദ്ധ ആവശ്യമായ സമയമാണിത്. ജലസേചനം, വളമിടിയിൽ എന്നിവയിലും നിരന്തരമായി ശ്രദ്ധ വയ്ക്കുന്നു ഈ കർഷകൻ. കൃഷിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തതിനാലാവണം വിജയിയായ ഒരു കർഷകപുത്രനെ സ്വന്തമായി കിട്ടുവാൻ തങ്കമണിക്ക് സാധിച്ചത്. ഹൈറേഞ്ചിലെ മാറ്റങ്ങളുടെ കാലഘട്ടത്തിന് നാന്ദി കുറിച്ച കുറേയേറെ യുവാക്കളെ പ്രതിനിധാനം ചെയ്യുകയാണ് ടോമി പീറ്റർ എന്ന ഈ കർഷകൻ. ഒരു മാറ്റത്തിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ സാഹസികമായി ധൈര്യം കാണിച്ച ഇദ്ദേഹത്തിന് മുന്നിൽ പ്രകൃതി തുറന്നിട്ടത് സമ്പന്നതയുടെയും ഐശ്വര്യത്തിൻ്റെയും വാതായനമാണ്. ഈറനണിഞ്ഞ ഈ സായാഹ്നത്തിൽ പ്രകൃതി സ്നേഹത്തിൻ്റെ പെരുമയെ ആവോളം കണ്ടറിഞ്ഞ് ഹരിതഭാരതം ഹൈറേഞ്ച് ഇറങ്ങിത്തുടങ്ങി. വളഞ്ഞ വഴികളിലൂടെ, കയറ്റമിറക്കങ്ങളിലൂടെ മറ്റൊരു തിരിച്ചുപോക്ക്.